ഗൈസ്, ഒരു പനി പിടിച്ച വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി പനിയായിട്ടാണ് വന്നിട്ടുള്ളത്. തലവേദന, തൊണ്ടവേദന, ചെവിയടക്കൽ, മൂക്കടപ്പ് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് വന്നപ്പോൾ 2 ദിവസം ഞാൻ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഇന്നാണ് പോകുന്ന നേരം പോലെ നീച്ച് നിൽക്കുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ പനിയൊക്കെ പിടിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കണ്ടുവരുന്ന അതേ ചടങ്ങ് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കട്ടൻ ചായ ഉണ്ടാക്കല്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തൊണ്ടവേദന ഉണ്ടെന്ന്. അപ്പോൾ ഇതുപോലെ ചൂടുള്ള എന്തെങ്കിലും കുടിക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തിന് സമാധാനമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ 2 ദിവസത്തിൽ എത്ര ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിരിക്കണമെന്ന് ഒരു കണക്കില്ല കേട്ടോ. എൻ്റെ വ്ളോഗ്സൊക്കെ കാണുന്നവർക്ക് അറിയുണ്ടാവും, എനിക്കൊരു ടീ പോട്ട് ഉണ്ടായിരുന്നു. അത് എൻ്റെ നിന്ന് പൊട്ടിപ്പോയി ഗൈസ്. അതിന് ശേഷം ഇപ്പം ഞാൻ ചായ കുടിക്കണമെങ്കിൽ ഒരു റൗണ്ട് ഇതേപോലെ തുടക്കണം. ബൈ ദ വൈ, ഇങ്ങനെ പനിയൊക്കെ പിടിച്ച് വെയ്യാണ്ടിരിക്കുമ്പോഴും വ്ളോഗ്സൊക്കെ എടുക്കാനുള്ള എൻ്റെ മനസ്സ് നിങ്ങളാരും കാണാതെ പോവരുത്. വെറുതെ പറഞ്ഞ കേട്ടോ. ഞാനിപ്പോൾ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് ഡേയ്സ് ആയിക്കണല്ലോ. അപ്പോൾ നിങ്ങൾ കമൻസിൽ ഓക്കെ ആണോ, എന്താണ് വീഡിയോസ് ഒന്നും കാണാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട്, ഒരു പനി പിടിച്ച വ്ളോഗ് തന്നെ ആയിക്കോട്ടെ എന്ന്. സോ ഇപ്പോൾ നിലവിൽ ഇവിടെ 2 പേർക്കും പനി ആയതുകൊണ്ട് തന്നെ സമാനക്ക് ഇപ്പോൾ ഓഫീസിലേക്ക് ഫുഡൊന്നും കൊണ്ടുപോലില്ല കേട്ടോ. ഉച്ചനേരത്ത് കഞ്ഞി കുടിക്കാൻ വീട്ടിലേക്ക് വരികയാണ് ചെയ്യല്. ആദ്യമൊക്കെ ഞാൻ പനി പിടിച്ചു കഴിഞ്ഞാൽ ഒന്നിനെ പറ്റി ചിന്തിക്കാണ്ട് ഫുൾ ബെഡ് റെസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ ഇപ്പം അങ്ങനെ പറ്റില്ലല്ലോ. എൻ്റെ കാര്യവും പിന്നെ വരുന്ന 2 പേരുടെ കാര്യം ഞാൻ തന്നെ നോക്കണമല്ലോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാലാണ് എനിക്ക് എൻ്റെ ടാബ്ലറ്റ് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ എനർജി കിട്ടുട്ടോ. അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ഈ ബ്രെഡും ഓംലെറ്റും. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പനിയും ജലദോഷമൊക്കെ വന്നു പോകുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 2-2.5 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും പനിയും ജലദോഷമൊക്കെ വന്നിട്ട്. പക്ഷേ ഇങ്ങനെ ഒരു പനി വരല്ലേ ആദ്യമായിട്ടാണ് കേട്ടോ. പനിയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും മടിച്ച് കിടക്കാൻ കൂടെ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ സാഹചര്യത്തിലാണ് കൂടുതലും ഉമ്മാനെ മിസ് ചെയ്യുക കേട്ടോ. കാരണം നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഉമ്മയാണല്ലോ ഇതൊക്കെ ചെയ്തു തരലും പിന്നെ ഇടക്കിടക്ക് മരുന്ന് കഴിച്ചോന്ന് ചോദിക്കലൊക്കെ. ഇവിടെ പോക്കെ നമ്മൾ തന്നെ ചെയ്യണ്ടേ. അങ്ങനെ ഒരാളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. പനി ഉണ്ടെങ്കിലും ഓഫീസ് കളയാൻ പറ്റില്ല എന്നാണ് അൽസമാം പറയുന്നത്. അതുകൊണ്ട് ഈ ബ്രെഡും ഓംലെറ്റും കഴിക്കുന്ന ആളാണ് ഈ വീട്ടിലേക്ക് പനി കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അത് എനിക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ 2 പേരും 2 ദിവസം അടിച്ചു പൊളിച്ച് പനി പിടിച്ച് കിടന്നു. ഇനിയിപ്പോൾ അത് ഇസാക്ക് കിട്ടരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഇസാക്കും കൂടെ പനി വരികയാണെങ്കിൽ ഇത്രയും രസം ഉണ്ടാവില്ല കേട്ടോ. ഭയങ്കര കഷ്ടപ്പാടായിരിക്കുക. അപ്പോൾ എന്തായാലും അവൾ എണീക്കുന്നതിൻ്റെ മുന്നേ അവൾക്കുള്ള പാൻ കേക്ക്സും കൂടെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു കുറച്ച് നേരം എനിക്ക് വെറുതെ കിടക്കാനൊരു ഗ്യാപ്പ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് മെല്ലെ പോയി സോഫയിൽ ഇരുന്നപ്പോഴേക്കും ഇസാൻ്റെ ഉറക്കം കഴിഞ്ഞ് അവൾ എണീറ്റിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഈ പനീൻ്റെ ക്ഷീണം കാരണം കൊണ്ടാണ് തോന്നുന്നു ഉറങ്ങിയിട്ടില്ലെങ്കിലും വെറുതെ പുതച്ച് മൂടി കുറച്ച് നേരം കിടക്കാനൊക്കെ തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇസാനോട് പറയായിരുന്നു, എന്നെ അതേപോലെ സ്ലീപ്പിംഗ് ബാഗിലൊക്കെ കടത്തിയിട്ട് ഉറങ്ങിക്കോ പറയുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ ഒന്നും എണീക്കില്ല, നീ എന്തിനാ എത്ര നേരത്തെ എണീറ്റെന്നൊക്കെ ചോദിക്കായിരുന്നു. പിന്നെ രാവിലെ തന്നെ എന്നെ ഇങ്ങനെ ഷോളൊക്കെ ഇട്ട് കണ്ടപ്പോൾ ഇസ വിചാരിച്ചിരിക്കണേയും കൂടെ നമ്മൾ പുറത്ത് പോകാൻ നിൽക്കുകയാണെന്നാണ് കേട്ടോ. കാരണം വീട്ടിൽ നമ്മൾ എന്തായാലും ഇങ്ങനെ ഷോളൊന്നും ഇട്ട് നടക്കില്ലല്ലോ. അപ്പോൾ യൂഷ്വലി ഞാനിങ്ങനെ ഷോളൊക്കെ ഇടുന്നത് നിയർ ബൈ കോൾഡ് സ്റ്റോറിലേക്ക് പോകാനൊക്കെ ഇരിക്കുക. അപ്പോൾ അവളുടെ വിചാരം പുറത്ത് പോകാനാണെന്നാണ്. ഞാനിങ്ങനെ കിടക്കുകയാണെങ്കിൽ കിടന്നും കൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് ഇഷ്ടമില്ലെങ്കിലും കഷ്ടപ്പെട്ട് എണീറ്റേ പറ്റൂ. കാരണം ഇസാൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായിട്ടുണ്ട്. പിന്നെ അവളുടെ റൊട്ടീൻസ് ഒന്നും അങ്ങോട്ട് കേട് വരുത്തണ്ട വിചാരിച്ചു. ഇവൾക്കാണെങ്കിൽ നല്ല തണുപ്പിൽ കിടന്നുറങ്ങണം. പക്ഷെ എനിക്കും സമാൻകാക്കി മൂക്കടച്ചിലൊക്കെ ഉള്ള കാരണം കൊണ്ട് AC പറ്റൂല. അതുകൊണ്ട് ഇക്കാക്ക് വയ്യാന്ന് തോന്നിയ ടൈമിൽ തന്നെ മെല്ലെ ഹാളിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഇസയും ഒരുമിച്ച് തന്നെയാണ് കിടക്കണത്. വരാനുള്ളത് എങ്ങനെയായാലും വരും. എന്നാലും അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇസാനെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയതിന് ശേഷം പിന്നെ എൻ്റെ പണിയാണ് ഇതാ ഈ കാണുന്നത്. ഇപ്പം എൻ്റെ പുതിയ ഒബ്സഷനാണ് കേട്ടോ. ഇസാക്ക് വേണ്ടിയിട്ട് ഇതേപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള സ്ലൈഡ്സും ക്ലിപ്പൊക്കെ വാങ്ങി വെക്കുന്നത്. ഹെയർ ബാൻഡ്സ് ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് അവൾ അപ്പം തന്നെ ഊരി വലിച്ചെറിയും കേട്ടോ. പക്ഷേ ഈ ഒരു സ്ലൈഡ് വെച്ചാൽ കാരണം കൊണ്ട് ഒരു കുറച്ച് നേരമൊക്കെ തലയിൽ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ കമൻസിൽ കണ്ടിരുന്നു ഇസാക്ക് യൂസ് ചെയ്യണ മോയ്സ്ചറൈസറിനെ പറ്റി പറയാൻ കേട്ടോ. ഞാനിവിടെ ഇസാക്ക് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യല്. ഫസ്റ്റ് ഒരു 2 മന്ത് ഞാൻ ഇസാക്ക് സെബാമഡിൻ്റെ ലോഷനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഈ ഒരു ബേബി ഡോവിലേക്ക് മാറി. പക്ഷേ അത് അവളുടെ സ്കിന്നിലേക്ക് ഒട്ടും മാച്ച് ആവേണ്ടിയിരുന്നില്ല. ലാസ്റ്റ് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ ഇവൾക്ക് എൻസിമാൻ്റെ സെറ്റാഫിൽ എഴുതിത്തരാട്ടോ ചെയ്തത്. അങ്ങനെ 2 ബോട്ടിലോളം എൻസിമന്റെ സെറ്റാഫിലും യൂസ് ആക്കിയിട്ട് പിന്നെ സ്റ്റോറിൽ അവൈലബിൾ അല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഈ സെറ്റാഫിലിന്റെ കാലൻഡ്യൂലേക്ക് മാറിയത്. ഇതിനൊരു കുറച്ച് ഫ്രാഗ്രൻസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഈ 2 സെറ്റാഫിലിന്റെ നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ. സോ ഇസയുടെ പാൻ കേക്ക്സ് എല്ലാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇനി ഇവൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ.
ഇപ്പൊ കുറച്ചായിട്ട് ഇസയുടെ മെയിൻ എന്റർടൈൻമെന്റ് പറയണത് ഇതേപോലെ മുട്ടുത്തി പോയിട്ട് ഓരോ സാധനങ്ങൾ വലിച്ചിട്ടിരിക്കല കേട്ടോ പതിവ്. അതുകൊണ്ട് അങ്ങനെ കുറച്ച് സമയം പോയി കിട്ടിക്കോളും. ആ ഒരു ഗ്യാപ്പിൽ വേണം എനിക്ക് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. എനിക്ക് ഇപ്പോഴും എടുത്ത ഫുഡ് പെട്ടെന്ന് കഴിച്ച് തീർക്കാൻ അറിയേയില്ല. ഞാൻ കുറേ ടൈം എടുത്തിട്ട് കേട്ടോ എൻ്റെ ഒരു ഫുഡ് കഴിച്ച് തീരുള്ളൂ. ആ ഒരൊറ്റൊരു കാരണം കൊണ്ടാട്ടോ രാവിലെ എണീറ്റപാട് ഇത് കഴിക്കാണ്ടിരുന്നത്. ഇതപ്പം കഴിച്ച് തീർന്നിക്കുകയാണെങ്കിൽ എൻ്റെ മരുന്നും കുടിച്ചിട്ട് ഞാൻ കുറച്ചൊക്കെ ഓക്കെ ആയാനെ. ഇത്രക്കും ലേറ്റ് ആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും എൻ്റെയും ഇസാൻ്റെയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞായിരുന്നു കൊണ്ട് ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം കേട്ടോ. പിന്നെ എന്നെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ജലദോഷം വരുന്ന ടൈമിൽ എൻ്റെ സൈഡിൽ എപ്പോഴും ഒരു ടിഷ്യൂ ബോക്സും പിന്നെ ഒരു ബാമിൻ്റെ കുപ്പിയും എപ്പോഴും ഉണ്ടാവും. അല്ല എപ്പോഴും ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ലാസ്റ്റ് 2 days വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് കുറച്ച് ബെറ്റർ ആണ്. സ്റ്റിൽ ഞാൻ ആ 2 days വല്ലാണ്ട് അങ്ങനെ ഇസാൻ്റെ കൂടെ ഇരുന്നിട്ടില്ല കേട്ടോ. കൂടുതലും ഇതേപോലെ മാറിക്കിടക്കുക അല്ലെങ്കിൽ വിട്ടിരിക്കുകയൊക്കെ ചെയ്യാൻ ഇപ്പോൾ അവൾക്കും കൂടെ പകരണ്ടാ പറഞ്ഞിട്ട്. പക്ഷേ ഇവൾക്കാണെങ്കിൽ ഞാനിങ്ങനെ വെറുതെ കിടക്കുന്നത് ഇഷ്ടമില്ല. അപ്പം ഞാൻ എന്നെ കിടക്കാൻ സമ്മതിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് TV-യിൽ എന്തെങ്കിലും ഓണാക്കി വെച്ച് കൊടുക്കുകയോ ചെയ്യല്. കാർട്ടൂണൊന്നും വെച്ച് കൊടുക്കില്ല. ജസ്റ്റ് എന്തെങ്കിലും സോങ്സോ അല്ലെങ്കിൽ റൈംസോ ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഈ വീട്ടിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ട് എന്ന് അറിയിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു സൗണ്ട് കേട്ടോട്ടെ കൊണ്ടാണ് കേട്ടോ. ഇതുവരെ അവൾക്ക് സ്ക്രീൻ ടൈം കൊടുക്കാത്ത കാരണം കൊണ്ട് ഇപ്പം ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി സ്ക്രീൻ ടൈം കൊടുത്തിട്ട് അവളുടെ കേട് വരുത്തുമെന്നൊരു ചെറിയ പേടിയൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ കുറച്ച് നേരം കളിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ടയേർഡായി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പാൽ കൊടുത്തിട്ട് ഉറക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവൾക്കാണെങ്കിൽ AC വേണം. പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പോൾ മൂക്കിന് പ്രശ്നമായതുകൊണ്ട് AC പറ്റണമില്ല. അത് കാരണം കൊണ്ട് ഞാൻ കൂടുതലും ഇപ്പോൾ ഹോളിൽ തന്നെ ആയിട്ട് അവളിനെ ഉറക്കിയതിന് ശേഷം വന്ന് കിടക്കല്. ഇനിയൊന്ന് ഹോളിലേക്ക് എത്തിക്കഴിഞ്ഞാലാണെങ്കിൽ എവിടെ നോക്കിയാലും പണികൾ വെക്കുക. അപ്പം ഞാൻ ആവശ്യമുള്ള പണികൾ മാത്രം ചെയ്തിട്ട് വീണ്ടും പോയി കിടക്കാനാണ് എൻ്റെ പ്ലാന്. 2 ദിവസമായിട്ട് ഞങ്ങളുടെ ലഞ്ച് കഞ്ഞിയാണ് കേട്ടോ. ഞാൻ പാലക്കാടൻ മട്ട റൈസ് വെച്ചിട്ടാണ് കഞ്ഞി ഉണ്ടാക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ടക്ക് നല്ല സുഖമാണ് കേട്ടോ ഈ ചൂടുള്ള കഞ്ഞി കുടിക്കുമ്പോൾ. പിന്നെ ഉച്ചക്ക് ലഞ്ചിന് സമാനിക്കാൻ വരലുണ്ട് കേട്ടോ കഴിഞ്ഞ 2 ദിവസമായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ അരിയൊക്കെ കഴുകി കുക്കറിൽ സെറ്റാക്കിയതിൻ്റെ ശേഷം ഒക്കെ കഴിഞ്ഞിട്ട് മെല്ലെ പോയി കിടക്കാന്ന്. അങ്ങനെ എല്ലാം കഴിഞ്ഞുകൊണ്ട് ഞാനൊന്ന് മെല്ലെ പോയി കടന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ മാഡ് എണീറ്റിട്ടുണ്ട്. വെറും 10-15 മിനിറ്റ് കഷ്ടിച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കാണെങ്കിൽ നേരം പോലെ ഒന്ന് കിടക്കാനും പറ്റിയില്ല. ഒന്ന് കണ്ണിൽ ഉറക്കം വന്ന് തുടങ്ങുമ്പോഴാണല്ലോ ഇവിടെ എണീറ്റത്. അപ്പം ഞാൻ അവളെ അവിടെ ഇരുത്തി കുറച്ച് ടോയ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ മെല്ലെ സൈഡായിട്ടുണ്ട്. ഇവൾ ഉറങ്ങല്ലേ പറഞ്ഞിട്ട് ഞാൻ കുക്കറൊന്നും ഓണാക്കാണ്ട് പോയതാണ് കേട്ടോ. അപ്പം എന്തായാലും എണീറ്റ സ്ഥിതിക്ക് ഇതിവിടെ ഓണാക്കി വെക്കുകയാണെങ്കിൽ ചോറ് എന്തായാലും ആവുമല്ലോ. ഈ അരി വേവാനാണെങ്കിൽ കുറച്ചധികം വിസിലിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. മറ്റേതുപോലെ അല്ലല്ലോ, ബസ്മതി അരി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വേവണതാണല്ലോ. ഇസയുടെ മൂഡ് അത്ര ശരിയായിട്ടല്ല കേട്ടോ ഉണ്ടായിരുന്നത്. കാരണം അവൾക്ക് നേരം പോലെ ഉറങ്ങാനും പറ്റിയിട്ടില്ല. പിന്നെ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും അവളുടെ മേലൊരു ചെറിയ ചൂട് പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചത് എനിക്ക് തോന്നിയതാണ് കേട്ടോ. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശരിക്കും നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു അവളുടെ മേലൊക്കെ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് തോന്നുന്നു അവൾക്ക് ഉറക്കം വരുന്നുണ്ട്. പക്ഷെ അവൾ പ്രോപ്പറായിട്ട് ബെഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവളൊന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഉറങ്ങിക്കോട്ടെ പറഞ്ഞിട്ട് മേത്തി എത്തിയിട്ട് ഉറക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾ ഉറങ്ങി എണീറ്റതിൻ്റെ ശേഷം അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടല്ലേ മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ഞാൻ പേടിച്ച പോലെ തന്നെ ഉണ്ടായി. എനിക്ക് പനി വരികയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഇവൾക്ക് പനി വന്ന് അവൾക്ക് പറയാനും പറ്റില്ല. അവൾ എന്നെ ഇങ്ങനെ ഇടങ്ങറാവും, കൂടെ ഞാനും ഇടങ്ങറാവണ്ടേ. അപ്പോൾ എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും ഞാൻ അവളെ എങ്ങനെയൊക്കെയോ കടത്തി ഉറക്കിയിട്ടുണ്ട്. കിടത്തി കഴിഞ്ഞാൽ അവൾ എന്തായാലും എണീക്കും എന്ന് അറിയണ കാരണം കൊണ്ട് അങ്ങനെ കയ്യിൽ തന്നെ പിടിച്ചിട്ടിരുന്നു കേട്ടോ. ഉറങ്ങണോടത്തോളം ഉറങ്ങട്ടെ പറഞ്ഞിട്ട്. മേത്ത് പനിയുള്ള കാരണം കൊണ്ടാണ് തോന്നുന്നു ഉറങ്ങി എണീറ്റിട്ടും അവൾ അത്ര ഹാപ്പി ആയിട്ടല്ല കേട്ടോ എണീറ്റിട്ടുള്ളത്. അപ്പോൾ അവൾക്കും ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിക്കുന്ന സെയിം കഞ്ഞി തന്നെയാണ്, പക്ഷെ ഒന്നും കൂടെ ഉടച്ചിട്ട് കൊടുക്കാൻ വിചാരിച്ചു. ലാസ്റ്റ് ടൈം അവൾക്ക് വാക്സിൻ കൊടുത്തപ്പോൾ ഡോക്ടറെ തന്നതാണ് കേട്ടോ ഈ അഡോള്. അപ്പോൾ ഇതും കൂടെ കൊടുത്തതിൻ്റെ ശേഷം അവളെ അങ്ങനെ കിടത്തി ഉറക്കിയിട്ടുണ്ട്. പക്ഷെ അവൾ ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബെഡ് കിടത്തിയ കാരണം കൊണ്ടായിരിക്കണം. പിന്നെ സമാനക്ക് വന്നിട്ട് അവളിനെ എടുത്തിട്ട് ഇരിക്കുകയാണ് ചെയ്തത്. ആ ഒരു ഗ്യാപ്പിൽ വേഗം ഞാൻ ഉച്ചക്കലേക്കുള്ള റെഡിയാക്കാൻ വേണ്ടി കയറി കേട്ടോ. ഓൾറെഡി കഞ്ഞി റെഡി ആയിട്ടുണ്ട്. കൂടെ എന്തെങ്കിലും തൊട്ടുകൂട്ടാനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സാധനം ഉണ്ടാക്കുന്നത് വെല്ലുള്ളിനെ ചെറുതായി കട്ട് ചെയ്തതും പിന്നെ പച്ചമുളകും ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയും പിന്നെ ചെറിയ പീസ് പുളിയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്താൽ മതി കേട്ടോ. സംഭവം നൈസാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ പനി പിടിച്ച് കാണുന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഉണ്ടാക്കിക്കോ.
അങ്ങനെ സമാൻ ഖാൻ്റെ ലഞ്ച് കഴിഞ്ഞതും അങ്ങനെ ഓഫീസിൽ തന്നെ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ടാബ്ലറ്റ് എടുത്തു. ഞങ്ങൾ 3 പേരും ഇപ്പോൾ മരുന്നിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇസാടെ ആ മരുന്നിൻ്റെ ഒരു എഫക്റ്റ് കഴിയുമ്പോൾ അവൾക്ക് വീണ്ടും വയ്യാണ്ടായാലും അവളുടെ പ്രോബ്ലംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുവരെ അവൾ അവളുടെ രീതിക്ക് അങ്ങനെ ഇരുന്നോളും. അത്ര നേരം മിണ്ടാതിരുന്ന് കളിക്കണ ആള് പെട്ടെന്ന് കരച്ചിലും ബഹളൊക്കെ ആയിട്ട് ആകെ സീനാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവളുടെ കരച്ചിലും നിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കോറിഡോർ കൂടെ ഒക്കെ ഒന്ന് നടന്നിട്ട് ഒന്ന് റെഡി ആയതിൻ്റെ ശേഷം തിരിച്ച് വീട്ടിൽ കയറാൻ വിചാരിച്ചു. ഈ കുട്ടികൾക്ക് പനി പിടിച്ചാലുള്ള ആകെ പ്രശ്നം പറയണത് അവർ നിലത്തിറങ്ങൂല, ആരുടെ അടുത്തേക്കും പോവില്ല, നമ്മൾ തന്നെ എടുക്കണം, അങ്ങനത്തെ ഓരോ വാശികൾ ഉണ്ടാവുന്ന ടൈമാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റ് 2 days ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു കേട്ടോ. ഇസാൻ്റെ ആ പനി മാറുന്ന വരെ ഭയങ്കര ഡിഫിക്കൽട്ട് തന്നെയായിരുന്നു ഇവളെ ഹാൻഡിൽ ചെയ്യാനും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ. എന്നിട്ടും ഞാൻ ആലോചിക്കായിരുന്നു ഞാനൊന്ന് ബെറ്റർ ആയതിൻ്റെ ശേഷം അവൾക്ക് വന്നത് നന്നായിന്ന്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അവളെ ടേക്ക് കെയർ ചെയ്യാൻ ഒന്നും കൂടെ ഹാർഡായിരിക്കില്ലേ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരു നീണ്ട ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. എണീറ്റ് തന്നെ നല്ലപോലെ വിശന്നിട്ടാണ് കേട്ടോ. ഇത്ര ദിവസം വരെ എന്ത് കഴിക്കുമ്പോഴും ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യണ്ടായിരുന്നില്ല വായിക്ക്. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഓക്കെയാണ് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ വൈകുന്നേരമായപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നിയിട്ടോ ഞാൻ എണീറ്റത്. എൻ്റെ ഫേവറേറ്റ് കോംബോ ആണ് ബ്രെഡ് ആൻഡ് ബട്ടർ കേട്ടോ. ആരെങ്കിലും ഇങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കഴിച്ച് നോക്കി നിങ്ങൾ അഡിക്റ്റ് ആയി പോകും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഇങ്ങനെ കഴിക്കുമ്പോൾ സോൾട്ടഡ് ബട്ടർ ആട്ടോ യൂസ് ചെയ്യേണ്ടത്. ഇപ്പം തന്നെ ഇതിൻ്റെ 2ാമത്തെ ഗ്ലാസ് ചായയാണ്. ഇനിയും കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഉറങ്ങാൻ പോണതിൻ്റെ മുന്നേ ഞാൻ വീണ്ടും ഒരു ഗ്ലാസ് ചായയും കൂടെ കുടിക്കും. ചൂടോടെ ചായ കുടിച്ചിട്ട് ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇൻ കേസ് അത് ചൂടാറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ചായ കുടിക്കൂല. അതവിടെ അങ്ങനെ വെച്ചിട്ട് ലാസ്റ്റ് ഞാൻ ഒഴിച്ച് കളയാണ് ചെയ്യൽ. എൻ്റെ കൂടെ ബ്രെഡ് കഴിക്കാൻ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ ഇസാനെ ഫ്രഷ് ആക്കലും പിന്നെ അവൾക്ക് ഫുഡ് കൊടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇന്ന് രാത്രിയും ഇസാക്ക് കഞ്ഞി തന്നെ കേട്ടോ കൊടുത്തിട്ടുള്ളത്. മരുന്ന് കൊടുക്കുന്നത് ഒരു അംഗമാണ് കേട്ടോ. ഞാൻ ടിഷ്യൂം പിന്നെ ബോട്ടിലും എടുത്തിട്ട് വരുന്നുണ്ട് തന്നെ അവൾക്ക് മനസ്സിലാവും അവൾക്ക് മരുന്ന് കൊടുക്കാനാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്രക്ക് തന്നെയുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇസാനൊന്ന് ഉറക്കണം. അതിനുശേഷം ഞങ്ങളുടെ ആസ് യൂഷ്വൽ കഞ്ഞി തന്നെയാണ് ഇന്ന് ഡിന്നർ. സോ ഈ ഒരു വ്ളോഗിൽ ഇത്രക്ക് തന്നെയുള്ളൂ കേട്ടോ. എന്തായാലും ഇന്നത്തെ ഈ ഒരു പനി പിടിച്ച വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കണു. എന്തായാലും നെക്സ്റ്റ് വ്ളോഗിൽ ഞങ്ങളുടെ പനിയൊക്കെ മാറി ഒന്നും കൂടെ ഉഷാറായിട്ട് വരാം കേട്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ until then, bye guys. Thank you for watching.